പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്ഥലം ഒരു പുതിയ സ്ഥലമാണ് കേട്ടോ. വേറെ ആരുടെ അല്ല, നമ്മുടെ സ്വന്തം റാണിമോളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് റോസപ്പൂക്കൾ ഉണ്ടായിരുന്നു ഒരു 2 ദിവസം മുൻപ് വന്നപ്പം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്ന് എല്ലാം ഉണ്ടെന്ന്. എന്തായാലും ഇതാണ് റാണിയുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. അങ്ങനെ നമ്മളിങ്ങനെ കയറി വരുവാണ്. അപ്പോൾ നമുക്ക് റാണി ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. നോക്കട്ടെ റാണി ഉണ്ടോന്ന്. ഹലോ റാണി. ഹായ് റാണി. റാണി ഉണ്ടായിരുന്നു, ഓഫായിരുന്നു അല്ലേ? ഓഫായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പോൾ റാണിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്നേക്കാണ്. അതെ അതെ അതെ, സ്വാഗതം. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചേച്ചി കണ്ടല്ലോ കുറേ റോസപ്പൂക്കള്. കുറച്ച് പോയി അല്ലേ? ഇത് ഏത് കളറായിരുന്നു റാണി? ഇത് മഞ്ഞ. മഞ്ഞ. നമ്മൾ വീട് വാങ്ങിയപ്പോ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മളായിട്ട് വെച്ച് നമ്മൾ വെച്ചതാ. ഡീപ്പ് മഞ്ഞയിൽ തുടങ്ങി, പിന്നെ അത് ലൈറ്റർ വേർഷൻ. ഇതെല്ലാം കണ്ട് ഇത് ഓരോ ഇതിലും റോസപ്പൂക്കൾ ഉണ്ടായിരുന്നേ, എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി, സാരമില്ല. നമുക്ക് അടുത്തത് നോക്കാം. ഓ നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു റോസ് ഓഫ് വൈറ്റ്, ഈ ഒരു പീച്ചിഷ് ആയിട്ട് തുടങ്ങി, പിന്നെ വെള്ള. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ചേഞ്ചിങ് റോസ് എന്നൊക്കെ പണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ അല്ലേ? നോക്കി ഇതിന്റെ ഒരു ഭംഗി നോക്കിയേ. എന്നിട്ടത് ഇതിനകത്തേക്ക് അതെ അതെ രൂപാന്തരപ്പെടുന്നു. അതിന്റെ കുറെ ഉണ്ടായിട്ടുണ്ട് റോസ്. നമുക്ക് ഇനി ഇങ്ങോട്ട് പോയാലോ റാണി? ഇവിടെ ഒരു അത് ഇതിന്റെ തന്നെയാണ് അല്ലേ? ഇത് ഇതിന്റെ തന്നെയാണോ? അത് കാണുമ്പോ വേറൊരു ഇതുപോലെ കാരണം ഇതൊക്കെ ഈ ഒരു റോസിൽ തന്നെ ഇങ്ങനത്തെ കളേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇതെന്തായാലും നമ്മൾ നട്ടതാന്ന് എനിക്കറിയാം. ചേച്ചിയും ടീനയും കൂടെ എനിക്ക് ഗിഫ്റ്റ് തന്നാണോ? ഓക്കെ ഓക്കെ. നല്ല രസമായിട്ടുണ്ട്. അധികം വലുതായിട്ടില്ല, ചെറുതാണെങ്കിലും നല്ല ക്യൂട്ട്. ഇനിയുണ്ട് മുട്ടുകൾ വിടരാനായിട്ടല്ലേ? ഓക്കെ, നല്ല ഭംഗി കാണാനായിട്ട്. ഓക്കെ, ഇനി വേറൊരു റോസ് അവിടെ കണ്ടല്ലേ ചേച്ചി? ഇത് മറ്റേ ഇതായിരുന്നു അല്ലേ? അസീലിയ തീർന്നു പോയത്. അസീലിയ തീർന്നു. ഇതൊരു ബേബി പിങ്ക് അല്ലേ? ബേബി പിങ്ക് ആണിതേ. എന്തൊരു ക്യൂട്ടല്ലേ? നമ്മൾ തലമുടിയൊക്കെ കെട്ടിവെച്ചിട്ട് സൈഡിൽ ഈ ഒരു റോസപ്പ് വെക്കുന്ന രംഗമൊന്ന് ഓർത്ത് നോക്കിയേ. അടിപൊളി. അതായത് മുട്ട് വിരിഞ്ഞു തുടങ്ങുന്ന മുട്ട്, വിരിയാൻ പോകുന്ന മുട്ട്, മുട്ടുണ്ടായി നിൽക്കുന്ന മുട്ട്. ഇത് ഒരെണ്ണത്തിനകത്ത് 3 എണ്ണം. അടിപൊളി ക്യൂട്ടല്ലേ? ഇത് മറ്റേ നമ്മുടെ ആ ചെറിയ റോസ് കൊണ്ടുവന്നതായിരുന്നോ? അല്ല. അയ്യോ, ഏറ്റവും ക്യൂട്ട് ഇതല്ലേ? ക്യൂട്ടസ്റ്റ് വൺ. ഓക്കെ ഓക്കെ. ഓരോന്നിനും ഓരോ ഭംഗിയല്ലേ? സൂപ്പർ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വിരിയുന്ന ടൈപ്പാന്ന് തോന്നുന്നു. ഇപ്പം മുട്ട് പോലെ വരുന്നേ ഉള്ളൂ അല്ലേ? ഇത് ഏത് കളറാന്നറിയാമോ നമുക്ക്? ഇതൊരു ഡാർക്ക് റാണി പിങ്ക്, അങ്ങനെ ഒരു കളർ. അങ്ങനെയാണ്. എന്തായാലും സൂപ്പർ. ഈ ഒരു മരം ഏതായിരുന്നു റാണി ശരിക്കും പറഞ്ഞാൽ? ശരിക്കും വീപ്പിംഗ് ചെറി ബ്ലോസം ആണ്. ഇത് ഏപ്രിലിൽ ഒരു 2 വീക്സിൽ നിറച്ചും ഇലയൊന്നും ഇല്ലാതെ മൊത്തം പൂക്കള്. എന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ മിസ്സായി പോയി അല്ലേ? മിസ് ചെയ്തു പോയി. അടുത്ത വർഷം നോട്ട് ദ പോയിന്റ്. അപ്പൊ ഇതിന്റെ താഴെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തിയിരിക്കുവാണ് തണലില്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഞാനിങ്ങനെ കണ്ടുവച്ചിരിക്കുവായിരുന്നു റാണി. ഇത് ഞാൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും ഇത് പ്യൂണി ആണോ റോസ് ആണോ എന്നല്ലേ? ഒരു പ്രത്യേകതയുണ്ടല്ലേ? ഇത് നോക്കിയേ, ശരിക്കും പ്യൂണി പോലെ തന്നെ ഉണ്ടല്ലേ? എന്ത് രസം മക്കളെ ഇത് കാണാനായിട്ട്. ഇതെങ്ങനെ വർണ്ണിക്കും? എന്ത് പറഞ്ഞ് വർണ്ണിക്കും നിന്നെ? സുന്ദരി എന്ന് വിളിക്കണോ? ഭാഗ്യദേവത എന്ന് വിളിക്കണോ? അയ്യോ, മനോഹരി എന്ന് വിളിക്കണോ? മണം കുറവാണ്, പക്ഷെ അതിന്റെ ക്യൂട്ട്നെസ് വലിച്ചു കെട്ടി. ഓ, ഇതൊക്കെ ക്യൂട്ടായിട്ട്. ഇത് നമ്മൾ വാങ്ങിച്ചപ്പോ ഉണ്ടല്ലോ അല്ലെ? വീട് വാങ്ങിച്ചപ്പോൾ നിറയെ ഉണ്ട് ഇതിനകത്ത്. ഇത് പക്ഷെ ഇങ്ങനെ മുട്ട് വരുമ്പോ നോക്കി ഒരു ഇളം മഞ്ഞ നിറത്തിൽ വരുവേ. പക്ഷെ ഇത് ശരിക്കും ഒരു ലൈറ്റ് പിങ്ക്. ഇനിയുണ്ട് അവിടെ മുട്ട് വിടരാനായിട്ട്. അതെ അതെ, ഈ കളറിന് വ്യത്യാസമുണ്ട്, ഇതിന് വ്യത്യാസമുണ്ട്, മുട്ടിന് വ്യത്യാസമുണ്ട്. ആ മുട്ടുകൾ നോക്കി അവിടെ ഒരു 10-15 മുട്ട് വിടരാൻ നിൽപ്പുണ്ട്. അതെ, അവിടെ മുകളില്. ഓ, അടിപൊളി. ഇനി ഇവിടെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ പോകണല്ലേ റാണി? അതിനുള്ള ഫെൻസ് ഇവിടുത്തെ ഒടിഞ്ഞു പോയി, വാങ്ങി വെച്ചു. ഇനി പെയിന്റ് അടിച്ച് വേണം ഫെൻസ് വാങ്ങി ഇവിടെ ഇനി വെച്ച് നല്ല ഭംഗിയാക്കണം. നമ്മുടെ സ്വന്തം കമേലിയാണ്. ഇത് റെഡ് ആണ്. അടിപൊളിയായിരുന്നു. നമ്മൾ വീഡിയോയിൽ വന്നെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്കറിയാം അത് അടിപൊളിയായിരുന്നു. അടുത്ത പൂക്കള് ഇതിന്റെ ഇത് നമ്മുടെ ജമന്തി ടൈപ്പ് ആണോ? അത് ക്രിസാന്തമാണോ? ക്രിസാന്തമാണ്. ഈ വെയിലിന്റെയാണ് ഇത് വാടിപ്പോയി, നന്നായിട്ട് നിന്നത് കഴിയാറായി. ഇത് ഇച്ചിരി വാടിപ്പോയി. നല്ല അടിപൊളി വെള്ള, മഞ്ഞ,
ഒരു സൈസ് ഒരു വയലറ്റോ ഇതിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾക്കൂടെ ഇത് നമ്മുടെ പെറ്റൂണിയ അല്ലേ? പെറ്റൂണിയ ഉണ്ട്. പിന്നെ വേറെ ഇത് ഡിഫറെന്റ് കളേഴ്സ് ആണത്. ഇതൊരു എനിക്കൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഇങ്ങനെ താഴേക്ക് വരുമായിരിക്കും. അതെ 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 അതെ, അടിപൊളി. ഇനി ബാക്കിലും കുറച്ചില്ലേ റാണി? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ കൊറിയാണ്ടർ ചേച്ചി തന്നതായിരുന്നു അന്നല്ലേ? ഇന്നലെ തന്നപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു. ഇത്രയും വളർന്നു. ഇത് മാജിക് ആണല്ലോ ഇത്. ശരിക്കും നന്നായിട്ട് വളർന്നു അല്ലേ? നല്ല ഹൈറ്റ്. ഞാൻ അതിനകത്ത് കുറെ കമന്റ്സ് എല്ലാവരും ഇടുന്നുണ്ട് എങ്ങനെയാണ് ഇത് വളർത്തുന്നത്. അപ്പൊ എല്ലാവരും പറയുന്നത് കുറച്ചുകൂടി ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാന്ന്. ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. എടുത്തിട്ട് ഇത് പിന്നെയും വളർന്നു വരുന്ന പറയുന്നത്. നമുക്ക് പരീക്ഷണങ്ങളാണ്. നാളെ ഒന്ന് കുറച്ചുകൂടി വളരാണെങ്കിലേ കുറച്ച് കട്ട് ചെയ്തെടുത്ത് കറിയിലൊക്കെ ഇട്ട് നോക്കൂ. കുറച്ചുകൂടി വളരുമായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാന്ന് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ ആ മഞ്ഞ റോസുമ നിറയെ ഉണ്ടായിരുന്നല്ലേ? അതെല്ലാം വാടി തുടങ്ങിയല്ലേ? ടൈപ്പ് തന്നെ. ഇത് നമ്മൾ വീട് മേടിച്ചപ്പോ ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ നിറച്ചും ഉണ്ടായിരുന്നു. മൊത്തം ഇപ്പൊ കൊഴിഞ്ഞ് കഴിയാറായി. അത് അതിന്റെ തണ്ട് കണ്ടാൽ തന്നെ അറിയാലേ ഒരു നല്ല ഓൾഡ് ആണെന്ന്. ഇത് ഏതാണ് ഇത്? ഇത് ഞാൻ ഇതിന്റെ ഒരു കമ്പ് നട്ടേക്കുന്നതാണോ? ഇതൊരു പർപ്പിളിഷ് ആയിരുന്നു. പക്ഷെ ഇതിലിപ്പോ പൂ വന്നില്ല. അടുത്ത വർഷം വരുമായിരിക്കും. ഇവിടെ വേറൊരു കുഞ്ഞു റോസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് നല്ല ചുമപ്പായിട്ട് ക്യൂട്ടായിട്ട് നിൽക്കുന്നു. ഓക്കെ. ചിറ്റയും സിന്ധുവും ഒക്കെ വന്നപ്പോ ഇവിടെ കൊടുത്ത റോസാണിത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ചിറ്റയ്ക്ക് നാട്ടിൽ നിന്ന് ഒരു ഹായ് പറയണം. നാട്ടിലേക്ക് ഒരു ഹായ്. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇത് പക്ഷെ ഇങ്ങനെ 10 മണി പോലെ ഇങ്ങനെ നിറച്ചും പൂക്കളുണ്ടായിരുന്നു. ഇപ്പൊ പൂക്കളുടെ എണ്ണം കുറച്ച്. ഇതിന്റെ ഇല കണ്ടാൽ ശരിക്കും 10 മണി പോലെ തന്നെ ഉണ്ട് അല്ലേ? ഇതെനിക്കൊന്നും അടുത്ത വർഷം വരുമായിരിക്കും അല്ലേ റാണി? നല്ല ചെറിയ പൂവാണെങ്കിലും നല്ല ക്യൂട്ടല്ലേ? നക്ഷത്രം പോലെ നിൽക്കണം. പിന്നെ അടുത്തത് നമ്മുടെ ചീനയുടെ വീട്ടിലെ മറ്റേ ക്ലൈംബിംഗ് റോസ് ഇല്ലേ? ഇത് അതുപോലെ തന്നെ ക്ലൈംബിംഗ് റോസ്. ഇത് പക്ഷെ നമ്മൾ വെച്ചിട്ട് ഇപ്പം 2 years ആയത്. 2nd year ആയത്. ലാസ്റ്റ് ഇയർ വെച്ചേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് ഇത്രയും പൂക്കളുണ്ട്. അതെ 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 അതെ, നല്ല പൂക്കളല്ലേ? അപ്പൊ കുറച്ച് ദിവസം നിൽക്കുന്നു തോന്നണം അല്ലേ? പെട്ടെന്ന് അങ്ങ് പോകുന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇല്ലിയുണ്ട്. ഞങ്ങളത് ഇല്ലി എങ്ങനെയെങ്കിലും കളയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഇല്ലി ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആർത്ത് വരുമ്പോഴേ നമുക്ക് വേറെ ചെടികളൊന്നും നടാൻ പറ്റുന്നില്ല. അപ്പൊ ഇനിയിപ്പം ഒരു കുറച്ച് പേര് പറഞ്ഞു ചൂടുവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മുളച്ച് വരില്ല എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, കാരണം ഇതിന്റെ കട നമുക്ക് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ചുറ്റും. അതെ അതെ. ഇനി വേറെ എങ്ങനെയാണത് നമുക്ക് കളയാൻ പറ്റുന്നതെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണേ. ഇതൊരു പുതിയതാണല്ലോ റാണി. ഇത് ഡാഡി നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നാണ്. വെറുതെ ഇട്ട് പക്ഷെ കിളുക്കുന്നില്ല. അതെനിക്ക് ഈ ക്ലൈമറ്റില് ശരിയാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. റാണിയുടെ ഡാഡി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. 6 months റാണിയും റാണിയുടെ ബ്രദറും ഉണ്ട് ഇവിടെ, ഉണ്ണിമോൻ. അപ്പം ഇവരുടെയൊക്കെ കൂടെ കുഞ്ഞുമക്കളുടെയൊക്കെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഡാഡി ഒരു കർഷക പ്രിയനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. നോക്കിയപ്പോൾ ഡാഡി സ്നേഹത്തോടെ കുറച്ച് കൊള്ളിയുടെ കമ്പല്ലേ, കമ്പ് കൊണ്ടുവന്നു. 1 അറിയാൻ പാടില്ല നമുക്ക് ഇവിടെ കിളിർക്കോന്ന് അറിയില്ല. എന്തായാലും നട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. വരുവാണെങ്കിൽ കാണിക്കാം. ഇനി ഇവിടെ ഉണ്ടല്ലോ ഒരു പുതിയ തരത്തിലൊക്കെ ആര് റെഡിയാക്കി. ഇത് ടൊമാറ്റോസ് ഞങ്ങൾ ഇട്ടതാണ്. ഡാഡി പയർ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കാണുന്ന ഒരു ചെറുത് അവിടെ മുളച്ചു വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 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 നാട്ടിലെ പയറാണത്. നാട്ടിലെ പയർ. ഇത് ടൊമാറ്റോ. ഇതും പയർ തന്നെയാണ്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുളച്ച് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുറച്ചും കൂടി വലുതായി. ഇത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ തന്നെ. അത് പറിച്ച് നട്ടില്ല. ഇതും ടൊമാറ്റോ വലുതായി. ഓക്കെ ഓക്കെ. ഇത് നോക്കിക്കേ, ഇതെന്താന്ന് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇപ്പം വളരെ ഫോക്കസ് ചെയ്താൽ കാണാം. അത് ചീരയാണോ? കാണാം. അത് ഇവിടെ ഉണ്ട്. ചെറുതായിട്ട് അവിടെ എവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതൊരു എനിക്കൊന്ന് 2 weeks കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പം എന്തായാലും റാണിയുടെ വീട്ടിൽ വന്നിട്ട്, കാരണം കഴിഞ്ഞ ആഴ്ച വന്ന് എടുക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇനി അവിടെ നമുക്ക് നമ്മുടെ പെറ്റൂണിയല്ലേ ടീന എന്ന് പറയാൻ പറ്റും. ഞാൻ ടീനെ വിളിച്ചായിരുന്നു. അപ്പൊ ടീനയ്ക്ക് ഇന്ന് വരാൻ പറ്റുന്നില്ല, അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെറ്റൂണിയ, പിന്നെയും പെറ്റൂണിയ. നമ്മുടെ എന്താണെന്നറിയാമോ? പുതിനയാണോ? അതെ അല്ലേ? ഒന്ന് ഇരിക്കട്ടെ ഒന്ന്. ഓക്കെ, നോക്കട്ടെ. നമ്മുടെ പുതിനയാണതേ. ഇതെന്റെ ലാസ്റ്റ് ഇയറിലത്തതിന് തന്നെ മുട്ടിട്ട് വന്നതാണ്. ഇപ്രാവശ്യം പാകിയതല്ല. നല്ല മണമുണ്ട് കേട്ടോ. അതെ. ഓക്കെ, നമ്മുടെ പുതിനയില. ഓക്കെ. ഇത് എനിക്കൊന്ന് എല്ലാ വർഷം ഇനി വന്നോളൂ തോന്നുന്നു. എന്താണ് ഇത്? ഇതെനിക്ക് പേരറിയില്ല, പക്ഷെ ചേച്ചി ഓർക്കുന്ന ചെടിയാണ്. നമ്മുടെ ജോവി ഹോളിഡേക്ക് വന്നില്ല, അന്ന് തന്നതാണ്. നമ്മുടെ വത്സ ചേച്ചിയുടെ മക്കള് ജോവിയും ജോവിയുടെ ഹസ്ബൻഡ് റോഷ് പിന്നെ മക്കളെല്ലാവരും കൂടി ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അല്ലേ?
അപ്പോൾ സ്നേഹത്തോടെ കൊടുത്തൊരു ചെടിയാണ്. അതെന്തായാലും പിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പൂക്കൾ വരുന്നത് നമുക്ക് നോക്കാം. ഇത് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് അല്ലേ. നല്ലതേ പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഇതിൻ്റെ ഒരു ഫാം ഉണ്ട്. ആ ഫാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച ചിലപ്പോൾ നമുക്ക് പോയി ചെയ്യാൻ പറ്റുമായിരിക്കും. സ്ട്രോബെറി അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമായിരിക്കും. ഇതിങ്ങനെ ഇത് ഒരുമാതിരി ആയി വരുന്നുണ്ട്. ഇത് അധികം ഇല്ല. അതായത് ഹോളി ഹോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഓക്കെ ഓക്കെ. ഹോപ്പ്ഫുള്ളി ബൈ ജൂൺ ആകുമ്പോഴേക്കും അതിന് വരുമായിരിക്കും അല്ലേ. പിന്നെയും പെറ്റൂണിയ. ഇത് ഈ ചട്ടിയും പെറ്റൂണിയ. ഇതെന്താണിത്? ബന്ദി പോലെ അല്ലേ. പേര് ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വർഷം ഇവിടെ കുറച്ച് ഇനി ഒരു നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേക്കും ഡാഡി ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി പച്ചക്കറികളും പൂക്കളും ഒക്കെ പ്രതീക്ഷിക്കാം. ഇടയ്ക്ക് ഡാഡി ഉള്ളപ്പോൾ ഒരു ദിവസം വരണം. ഇതൊക്കെ കൊത്താനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡ് അപ്പ്. ബൈ. താങ്ക് യു.